ഹംപിയിലൊക്കെ കാണുന്ന അതേ കൊത്തുപണികൾ. ഇത് അന്ധകാലത്തുള്ള ഒരു ഡോറായിരിക്കാം. ഗുഡ് മോർണിംഗ് രാജസ്ഥാൻ. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ചിത്തോർഗഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. അത് രാജസ്ഥാൻ്റെ തെക്ക് കിഴക്കൻ ജില്ലകളിൽ ഒന്നാണ്. ഗുജറാത്തിൻ്റെ ബോർഡറൊക്കെ പങ്കിടുന്ന ജില്ലകളാണിതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ എൻ്റെ സ്റ്റഫൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ഫോർട്ടുണ്ട്, ഒരു കോട്ട. ഇപ്പം ഞാൻ താമസിച്ചിടത്ത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മറ്റേ അങ്ങോട്ട് കാണിക്കുന്നുള്ളൂ. രാവിലെ നഗരം വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവണം. രാജസ്ഥാൻ ഗ്രാനൈറ്റ് കൊണ്ട് കിട്ടിയേക്കുന്നൊരു കവാടം. ഇതിവിടുത്തെ കച്ചവടക്കാരായിരിക്കാം. ഈ ഫോർട്ടിൻ്റെ ആ പരിസരത്തൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാരായിരിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഫോർട്ടിലേക്കുള്ള റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നു അല്ലേ. ഇതൊക്കെ ഒരു വാച്ച് ടവറായി, അന്നത്തെ കാലത്തുള്ള വാച്ച് ടവർ. ഒബ്സർവേഷൻ ഡെക്ക്. കൊത്തുപണികളൊക്കെ വളരെ ഗംഭീരമാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ കുറേ വാനരപ്പടയുണ്ട്. ഇത് വേറൊരു കവാടം. നമ്മൾ ഹംപിയിലൊക്കെ കാണുന്ന അതേ കൊത്തുപണികൾ. ഇത് അന്ധകാലത്തുള്ള ഒരു ഡോറായിരിക്കാം. ഇത്രയും വലിയ മരത്തിൻ്റെ വലിയൊരു ഡോറ്. हाँ टिकट 40 रुपीज़ पर हेड टिकट लेना है. हाँ गाड़ी जाएगा बाइक. गाड़ी अंदर चलेगा. ओके तो है गाइड. नो थैंक यू. कैन आई गो देयर? ओके 200 लेगा. ओके ओके थैंक यू. पर मेंबर. हाँ ओके ओके. वो सिंगल पर्सन. कार पार्किंग है. गाड़ी जाएगा आपका 30 किलोमीटर. ചിത്തോർഗഡ്. ഇതാണ് ഈ ഫോർട്ടിൻ്റെ മാപ്പ്. പണ്ട് രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ അവരുടെ ഈ കൊട്ടാര വാസികളൊക്കെ കുളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, നീരാടുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു കുളമായിരിക്കും ഇത്. എന്തോരം ചരിത്രം ഈ കുളം പറയുന്നുണ്ടല്ലേ. അതിൻ്റെ സൈഡിൽ തീർത്തിരിക്കുന്ന ഈ നടപ്പാതകളുണ്ടല്ലോ, അതെ അത് വരെ മാർബിളാണ്.
കെട്ടിടങ്ങൾ നിൽക്കുന്ന, അതായത് കൊട്ടാരങ്ങളും അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം വനമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ കൂടുതൽ ഈ കാട്ടുപന്നികൾ, അതുപോലെ തന്നെ കുരങ്ങുകൾ ഒക്കെയാണുള്ളത്. എന്തോരം മനോഹരമായിട്ടുള്ള ഒരു കൊത്തുപണിയല്ലേ. ഈ കോട്ട പ്രസിദ്ധമായിട്ടുള്ളത് ശരിക്കും അതായത് ജൗഹർ നടത്തിയ ആ ഒരു സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കോട്ട വളരെ ഫേമസ് ആയത്. അത് 3 ഘട്ടങ്ങളിലാണ് ഈ കോട്ട ആക്രമിച്ചത്. അതായത് അയൽ രാജ്യത്തുള്ള രാജാക്കന്മാർ ഈ കോട്ട ആക്രമിക്കുക എന്ത് ചെയ്യും, അവർ ആക്രമിക്കുന്ന കൂടുതലും ഇവിടുത്തെ സ്വർണവും അല്ലെങ്കിൽ ഇവിടുത്തെ മൂല്യമുള്ള വസ്തുക്കളും സ്ത്രീകളെയൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കോട്ട 3 കാലഘട്ടത്തിൽ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോട്ടയിൽ ഇവിടുത്തെ അതായത് സ്ത്രീകൾ ജൗഹർ നടത്തുക എന്ന് പറയും, അതായത് ആത്മാഹൂതി ചെയ്യുക. അവർ അപമാനിക്കപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യും, അവർ ആത്മാഹൂതി ചെയ്യും. അപ്പോൾ ആ ഒരു ചരിത്ര സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കോട്ട വളരെ ഫേമസ് ആയിട്ടുള്ളത്. അത് 1303, അതുപോലെ 1567, പിന്നെ 1507 1503 മറ്റോ ഇങ്ങനെ 3 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കോട്ട ശരിക്കും പ്രസിദ്ധമായത്. ഒരുപാട് രാജകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. ഏതാണ്ട് 700 ഏക്കറിലാണ് ഈ കോട്ട ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 17-18 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഈ കോട്ട ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ കളറാണ് പച്ച കളറാണ്. അവിടുന്ന് നീരൊലിച്ചൊലിച്ച് വരുന്നുണ്ട് വെള്ളം. ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള കെട്ടിടങ്ങളായിരിക്കും അല്ലേ. ഇനി നമുക്ക് എക്സിറ്റാണ്. ഈ നമ്മൾ വന്ന കവാടം നമ്മൾ തിരിച്ചിറങ്ങി. ഓക്കെ, ഇനിയിപ്പം നമുക്ക് റൂമിൽ ചെന്ന് നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ജോധ്പൂർ, രാജസ്ഥാൻ്റെ മധ്യഭാഗത്തോട്ട് പോകണം. വളരെ മനോഹരമായിട്ട് കാഴ്ച. ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന കുതിരയോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലായിരിക്കാം അതിനെ അലങ്കരിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം. റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ ഉള്ളത് ജോധ്പൂരാണ്. ജോധ്പൂർ ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം എത്രയായി? എനിക്ക് തോന്നുന്നു ഒരു 10:30 ആയിട്ടുണ്ടാവും. എന്നത്തെയും പോലെ റൊട്ടി, ദാൽ, ടൊമാറ്റോ. ഹായ്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ജോധ്പൂരിലേക്ക് ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. 300 ഒരു 280 കിലോമീറ്റർ ദൂരമുണ്ട്.
എനിക്ക് തോന്നുന്നു എന്തോ മാരേജ് ഫങ്ഷനാണ്. ഒരു അണ്ണാൻ. ഇവിടെ ഞാൻ അണ്ണാനെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് അണ്ണാനുണ്ട്. മയിലുകൾ. മയിലുകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നേരം ഈ ആൺമയിലിങ്ങനെ പീലി വിടർത്തി ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കുറേ നേരം നിന്നു. പിന്നെ ഞാൻ പാത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഞാൻ അടുത്ത് പോയിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തത്. ആദ്യം 2 പോത്തുകൾ ആ മയിലിങ്ങനെ മറന്ന് ഞാൻ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതിയെ പോത്തുകൾ നടന്ന് അങ്ങോട്ട് വരും. അപ്പോൾ വീണ്ടും അത് മറഞ്ഞു പോകും. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് നല്ല എനിക്ക് തോന്നും ഇതൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചകളായിരിക്കാം. അതുകൊണ്ട് ഇവിടുത്തുകാർക്ക് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ യാദൃശ്ചികമായിട്ട് കാണുന്ന കാര്യമാണല്ലോ. രാജസ്ഥാനിലെ മറ്റൊരു ടൗണിലേക്ക് വന്നു. പേപ്പർ തിന്നുന്ന പശു. നമുക്കിവിടെ നേരെയാണ് പോകേണ്ടത്. വഴിയോര കച്ചവടക്കാർ, പച്ചക്കറികൾ, പലവിധ പച്ചക്കറികളാണ്. റൂട്ടിലേക്ക് ഇറക്കിയാണ് ഇവിടെ കച്ചവടം. പാർക്കിങ്, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാക്കി ഈ ടൗണിനെ മൊത്തം അല്ലേ. ജോധ്പൂരിലോട്ടുള്ള യാത്രയിൽ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് മലഞ്ചെരുവുകളും കുറച്ച് ഹൈ റേഞ്ചുകളൊക്കെ ഇവിടെ വന്നപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഇവിടെയാണ് രാജസ്ഥാൻ്റെ ഹൈ റേഞ്ചുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അരവല്ലി മലനിരകൾ അതിൻ്റെ ഒരു ഭാഗമാണിത്. അത് രാജസ്ഥാൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തോടാണ് കടന്നു പോവുക. ശരിക്കും രാജസ്ഥാനെ രണ്ടാക്കുന്നതും ഈ ഒരു മലനിര തന്നെയാണ്. ഒരു മരുഭൂമിയും അതുപോലെ തന്നെ സമതല പ്രദേശവും ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നത് ഈ മലനിരകളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നല്ല ഭംഗിയുള്ള മലനിരകൾ.
ട്രക്കുകളൊക്കെ, ട്രാക്ടറുകളൊക്കെ പോകുന്ന സ്ഥലമാണ്. ബോട്ടിനകത്തൊക്കെ വെള്ളം കയറി, നോ പ്രോബ്ലം. കഴുകണം. ഇത് മൊത്തം ഇവിടെ ചായ കുടിച്ച് കളഞ്ഞ മൺഗ്ലാസുകളാണ് കേട്ടോ. ഓക്കെ, कहाँ से आ रहे हो? കേരള से. केरला से अब कहाँ जाओगे? ഇതിന് ജോധ്പൂരാണ്. വണ്ടിയെ നിറച്ച് ചാണകം തെറിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുനിന്ന് വെള്ളം ഇട്ടൊന്ന് ചീറ്റിച്ച് കഴുകി, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് ഉണങ്ങി പിടിച്ചിരിക്കും, പിന്നെ പോകാൻ പാടാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് വെറും ഒരു ക്ഷേത്രമല്ല, ഒരു ബുള്ളറ്റ് ക്ഷേത്രമാണ്. ഓം ബന്ന ടെമ്പിൾ, ഓം ബന്നയാണ്, ഓം ബന്ന അങ്ങനെ മറ്റോ എന്തോന്ന് അതിൻ്റെ പേര്. ഇതാണ് ഓം സിംഗ് റാത്തോർ എന്ന് പറയുന്ന ആള്. ഇതിൻ്റെ പുറകെ കാണുന്നതാണ് ആൾ ഉപയോഗിച്ചിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഇത് പുള്ളിക്ക് കൊടുക്കുന്ന പ്രതിഷ്ഠയാണ്, മദ്യം. ആയിരത്തി 1972 ഓം സിംഗ് റാത്തോർ എന്ന് പറയുന്ന ആള് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ അപകടത്തിൽ മരിച്ചുപോയി. ആള് മരിച്ചുപോയതിന് ശേഷം പോലീസുകാർ
ഈ വണ്ടി സ്റ്റേഷനിലോട്ട് എത്തിച്ചു. പക്ഷെ അടുത്ത ദിവസം ഈ വണ്ടി കാണുന്നില്ല. ആ വണ്ടി അപകടം നടന്ന സ്ഥലത്ത് എത്തി. അതെങ്ങനെ എത്തിയെന്നുള്ളത് ഒരു സ്റ്റോറിയാണ്. എങ്ങനെ എത്തിയെന്ന് ആർക്കും അറിയത്തില്ല. വീണ്ടും പോലീസുകാർ ഇത് സ്റ്റേഷനിൽ എത്തിച്ചു. അത് വീണ്ടും അപകടം നടന്ന സ്ഥലത്ത് തന്നെ വന്നു. അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു അത്ഭുതം ഉണ്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചു. അതിനുശേഷം ആ ബൈക്കും ആളെയും ആൾക്കാർ പൂജിക്കാൻ തുടങ്ങി. അതാണ് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഒരു സ്റ്റോറി. അതാണ് ഓം സിംഗ് രാത്തോഡ് എന്ന് പറയുന്ന ആൾക്കാർ, ഇവിടുത്തുകാർ ഓം ബന്ന എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇതിനൊരു വലിയ ഒരു അത്ഭുത വസ്തുവായിട്ട്, അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് കണ്ട് പൂജിക്കാൻ തുടങ്ങുന്നു. നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ മണിയടിക്കണം. नहीं वो ज़्यादा कमी है इधर साथ नहीं. ടയർ പഞ്ചറായി. എയർ കുറവാണ്. നോക്കട്ടെ. ഇവിടെ ഒരു പഞ്ചർ കടയുണ്ട്. നിർത്തി കഴിക്കും. അതാണ് നമ്മുടെ പഞ്ചർ കണ്ടു. ओके ഓക്കെ. അരമണിക്കൂർ എടുത്തത് വരയ്ക്കാൻ. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് 8:30 ആകുമ്പോഴേ നമ്മൾ ജോധ്പൂരിലെത്തുള്ളൂ. ഇനിയിപ്പം നമ്മുടെ മുമ്പിൽ ഏതാണ്ടൊരു 70 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഹൈവേ കൂടെ പോകുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മളുടെ സൈഡിലോ നമ്മുടെ പുറകെ കൂടെ വരുന്ന വണ്ടിയോ മുമ്പിൽ കൂടെ പോകുന്ന വണ്ടിയൊന്നുമല്ല. ഏത് സമയം വഴിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചാടാൻ കാത്തു നിൽക്കുന്ന പശുവാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. कितने दिन हो गए निकले वहाँ से? कितने दिन हो गए? Thank you, see you. ഇനി ഇവിടുന്നൊരു യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ജോധ്പൂരിലെത്തി. ജോധ്പൂർ ടൗണിലെത്തി. ഇപ്പോഴാണ് എനിക്ക് ഏതാണ് സ്ഥലം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. ജോധ്പൂർ ബ്രാഞ്ച് ചോബസാനി
ചോപ്പസാനി ജോധ്പൂർ ജംഗ്ഷൻ. Where are you right now? Now I am in front of a building. Acha, okay. Building number 61, is it correct? Can I park inside or? Okay. ഇതാണ് ജോധ്പൂരിലെ ഇന്ന് ഞാൻ താമസിക്കുന്ന റൂമ്. നമ്മുടെ സ്റ്റഫുകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബെഡ്. ഇതൊരു എനിക്ക് തോന്നുന്നൊരു ഫുള്ള് അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഇവിടെ വലിയൊരു കിച്ചൺ. ഇതാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കിച്ചൺ. എനിക്ക് തോന്നുന്നത് ഇതൊരു കോമൺ കിച്ചൺ ആയിരിക്കാം, ഐ തിങ്ക്. എനിവേ, പിന്നെ ഇതാണ് വാഷ്റൂം. ലൈറ്റ് ഇവിടെ. ഇതാണ് വാഷ്റൂം. പിന്നെ ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറൊരു ബാൽക്കണി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അതാണ് ഇരുട്ടാണ് മൊത്തം. ഇതുണ്ട്, പ്രാവുകൾ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ബുക്സ് ഉണ്ട് ഇവിടെ. ഫിസിക്സ്, കെമിസ്ട്രി, ക്രിമിനൽ പ്രൊസീജിയർ. ഇതായിരിക്കാം രാജസ്ഥാനി സ്ത്രീയുടെയും പുരുഷൻ്റെയൊക്കെ വസ്ത്രധാരണ രീതികൾ. ഏറെക്കുറെ ഇതേ ശൈലിയിലാണ് നമ്മൾ പലയിടത്തും ആൾക്കാരെ കണ്ടിട്ടുള്ളത്. സ്ത്രീകളൊക്കെ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ, പുരുഷന്മാർ തലയിലൊരു തലപ്പാവ്, പിന്നെ അവരുടെ ഡ്രസ്സ് ഇങ്ങനെ, മീശ ഇങ്ങനെ. ചിത്തോർഗഡിൽ നിന്ന് ഇങ്ങോട്ട് ജോധ്പൂരിലേക്കുള്ള യാത്ര ഒരു 300 കിലോമീറ്ററുള്ള യാത്ര. എനിക്ക് തോന്നുന്നു നമുക്ക് വ്യത്യസ്തമായിട്ടൊരു 3 ഭൂപ്രദേശം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റി. ഒന്ന് സമതല പ്രദേശങ്ങൾ, ചിത്തോർഗഡും ആ പ്രദേശം എല്ലാം ഒരു സമതല ഒരു സമതല ഭൂപ്രദേശമാണ്. അവിടെ വയൽ കൃഷികളാണ്. അവിടെ കൂടുതലും പാടങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ് ചിത്തോർഗഡും. ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പം കണ്ടതാണ്. പാടങ്ങൾ പോലുള്ള സ്ഥലമാണ്. രാജസ്ഥാനിലെ സമതല പ്രദേശത്തെയും അതുപോലെ മരുഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് അരവല്ലി മലനിരകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ക്രോസ് ചെയ്തു. അവിടെ നമ്മൾ നേരെ ജോധ്പൂരിലേക്ക് വരുമ്പോൾ, അതായത് രാജസ്ഥാൻ്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയും വളരെ വ്യത്യാസമുണ്ട്. എനിക്കിവിടുത്തെ ആദ്യം എനിക്ക് തോന്നിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾക്കുള്ള കളറാണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങോട്ട് ഞാൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് വന്നപ്പം ഏറെക്കുറെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരേ കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ യാത്ര. എനിവേ, നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾക്കൊന്ന് പറയുക. അപ്പോൾ മറ്റൊരു യാത്രയിൽ